ഹായ്, ഹീറ്റ് ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റീൽ, ലോഹങ്ങളുടെ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഹീറ്റ് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ എന്തിനാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്, എന്താണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്, അതിന്റെ സ്റ്റേജുകൾ എന്തൊക്കെയാണ്, അതിന്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാന വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഹാർഡനിങ് ആൻഡ് ടെമ്പറിങ് എന്ന് പറയുന്ന രണ്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹാർഡനിങ് ആൻഡ് ടെമ്പറിങ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽ. സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽ, അതിൽ പറയുന്നത് കേസ് ഹാർഡനിങ്, നൈട്രൈഡിങ്, ഫ്ലെയിം ഹാർഡനിങ്, ഇൻഡക്ഷൻ ഹാർഡനിങ് എന്നൊക്കെ പറയുന്ന സർഫസ് ഹാർഡനിങ് മെത്തേഡുകളാണ് പറയുന്നത്. സർഫസ് ഹാർഡനിങ് മെത്തേഡുകളിൽ കേസ് ഹാർഡനിങ്, നൈട്രൈഡിങ്, ഫ്ലെയിം ഹാർഡനിങ്, ഇൻഡക്ഷൻ ഹാർഡനിങ് എന്നുള്ള മെത്തേഡുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽ? എന്തിനു വേണ്ടിയിട്ടാണ് സർഫസ് ഹാർഡനിങ് നടത്തേണ്ടത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ, ഹാർഡനിങ് ഓഫ് സ്റ്റീൽ ആൻഡ് ടെമ്പറിങ് ഓഫ് സ്റ്റീൽ. നമ്മൾ ഹാർഡ്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ദൃഢത അല്ലെങ്കിൽ വിയർ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ ഹീറ്റ് ചെയ്തിട്ട് റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്ത്, കൊഞ്ച് ചെയ്തു, പെട്ടെന്ന് കൂൾ ചെയ്തു, വാട്ടറിലോ ബ്രൈൻ സൊല്യൂഷനിലോ ഓയിലിലോ ഒക്കെ ഡിപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കൂള് ചെയ്തു. പെട്ടെന്ന് കൂള് ചെയ്ത് കഴിയുമ്പോൾ മെറ്റലിന്റെ ഹാർഡ്നെസ്, സ്റ്റീലിന്റെ ഹാർഡ്നെസ് വളരെയധികം ഇൻക്രീസ് ചെയ്യുമായിരുന്നു. ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യും. ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വിയർ റെസിസ്റ്റൻസ് ഉണ്ടാകും. തേയ്മാനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു പ്രോപ്പർട്ടി അതിന് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പം അതിന് ബ്രിട്ടിൽനെസ് കൂടി ഉണ്ടാകും, പെട്ടെന്ന് പൊട്ടിപ്പോകും. അതായത് ഷോക്കിനെ അല്ലെങ്കിൽ ഇമ്പാക്റ്റിനെ ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ഈ ഹാർഡ്നെസ് അഡ്വാൻറ്റേജ് ആക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇതിന് ഷോക്കിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ ടഫ്നെസ് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് കൂടി നടത്തിയിട്ട് സ്റ്റീലിനെ അല്ലെങ്കിൽ ആ സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങളെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടാമത് പറഞ്ഞ ടെമ്പറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഹാർഡനിങ് നടത്തിയിട്ടുള്ള സ്റ്റീലിനെ വീണ്ടും റീഹീറ്റ് ചെയ്ത് 230 മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെ റീഹീറ്റ് ചെയ്ത് അതിന്റെ കാർബൺ കണ്ടന്റ്, സർഫസിലുള്ള കാർബൺ കണ്ടന്റ് കുറച്ച് അതിന് ടെമ്പർ കൂടി ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പൊ ആവശ്യത്തിന് ഹാർഡ്നെസ്സുമായി ആവശ്യത്തിന് ടെമ്പറിങ്ങും ആയി. ഇപ്പൊ രണ്ട് പ്രോസസ്സുകൾ ഇവിടെ നടത്തണം. ഈ രണ്ട് പ്രോസസ്സുകളും എല്ലാ തരത്തിലുള്ള സ്റ്റീലുകൾക്ക് നടത്തേണ്ടതായിട്ട് വരില്ല. ചില സ്റ്റീലുകൾക്ക് അല്ലെങ്കിൽ ചില സ്റ്റീൽ എക്യുപ്മെന്റുകൾക്ക് സർഫസിൽ മാത്രം ഹാർഡ്നെസ് മതി, പ്രതലത്തിൽ മാത്രം ഹാർഡ്നെസ് മതി. ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളുമായിട്ട് ഉരസുന്ന പ്രതലമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അപ്പം പ്രതലത്തിൽ മാത്രം ഹാർഡ്നെസ് മതി. അപ്പൊ ഇമ്പാക്റ്റ് ഒന്നുമില്ല, വെറും കോണ്ടാക്ട് മാത്രമാണ്, ഉരസലുകൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെയുള്ള സർഫസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർഫസിൽ മാത്രം ഹാർഡ്നെസ് മതി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഹാർഡ്നെസ് നടത്തിയിട്ട് വീണ്ടും ടെമ്പറിങ് നടത്തേണ്ട ആവശ്യമില്ല. സർഫസിൽ മാത്രം ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്താൽ മതി, സർഫസിൽ മാത്രം ഹാർഡ്നെസ് കൊടുത്താൽ മതി. അവിടെ ഉൾഭാഗം, കോർ എന്ന് പറയുന്ന ഉൾഭാഗം ടഫ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇപ്പൊ ഉൾഭാഗം ഇമ്പാക്റ്റിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയും ടഫ്നെസ് ഉള്ളത് കൊണ്ട് ഇമ്പാക്റ്റിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയും സർഫസ് ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്ത് സർഫസ് വിയർ റെസിസ്റ്റന്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽസ് എന്ന് പറയുന്നത്. വിയർ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇന്നർ സർഫസ് ടഫ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഷോക്ക് റെസിസ്റ്റിംഗ്
കപ്പാസിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് സർഫസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. സർഫസ് മാത്രമേ ഹാർഡനിങ് നടത്തുകയുള്ളൂ. അപ്പോൾ സർഫസിന് മാത്രം ഹാർഡ്നെസ് ഉണ്ടായിരിക്കും, സർഫസ് വിയർ റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇന്നർ കോറ് ഹീറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് ടഫ് ഉള്ളതായിരിക്കും, അതായത് ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ളതായിരിക്കുകയും ചെയ്യുക. അപ്പൊ ഈ പ്രോസസ്സിനാണ് സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സർഫസ് ഹാർഡനിങ് പ്രോസസ്സുകളാണ് വരുന്നത്. സർഫസ് ഹാർഡനിങ് പ്രോസസ്സുകളാണ് വരുന്നത്. കാർബറൈസിങ്, നൈട്രേഡിങ്, ഫ്ലെയിം ഹാർഡനിങ് ആൻഡ് ഇൻഡക്ഷൻ ഹാർഡനിങ് എന്ന് പറഞ്ഞ് ഈ 4 തരത്തിലുള്ള ഈ 4 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സർഫസ് ഹാർഡനെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സർഫസിന് ഹാർഡ്നെസ് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാർബറൈസിങ്, നൈട്രേഡിങ്, ഫ്ലെയിം ഹാർഡനിങ് ആൻഡ് ഇൻഡക്ഷൻ ഹാർഡനിങ്. ഇനി നമുക്ക് ഈ ഓരോ പ്രോസസ്സുകളിലും എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തത് കാർബറൈസിങ് എന്ന് പറയുന്ന പ്രോസസ്. കാർബറൈസിങ് എന്ന് പറയുന്ന പ്രോസസ്. കാർബറൈസിങ് എന്ന് പറയുമ്പം കാർബൺ നൽകുക അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മുടെ സർഫസ് ഹാർഡ്നെസ് ആവശ്യമായിട്ടുള്ള മെറ്റൽ പാർട്ട്, ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടൂള് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലേറ്റ്. അപ്പൊ അതിന്റെ സർഫസ് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നത് സർഫസിൽ കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യുക. കാർബറൈസിങ് പ്രോസസ്സിൽ സർഫസിലേക്ക് കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യുക. നിശ്ചിത ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസ് ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യിക്കേണ്ട മെറ്റലിന് അല്ലെങ്കിൽ ടൂളിന് ഒരു കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലിട്ട് ചൂടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതൊരു കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അതായത് കാർബൺ ധാരാളമുള്ള അറ്റ്മോസ്ഫിയർ. ഉദാഹരണത്തിന് ചാർക്കോൾ കത്തിക്കുക, അല്ലെങ്കിൽ കാർബൺ ധാരാളമുള്ള വുഡ് കത്തിക്കുക, മരം കത്തിക്കുക. അങ്ങനെയൊക്കെ വരുമ്പം ഒരു കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയർ അവിടെ ലഭിക്കും, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ധാരാളമുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അതിനകത്തേക്ക് ഈ മെറ്റൽ പാർട്ടിനെ, സ്റ്റീലിനെ അല്ലെങ്കിൽ ടൂളിനെ വെച്ചതിന് ശേഷം നിശ്ചിത ടെമ്പറേച്ചറിൽ കുറേ നേരം ഹീറ്റ് ചെയ്യുക. ലോങ് ടൈമിൽ ഹീറ്റ് ചെയ്യുമ്പം ഈ മെറ്റൽ പാർട്ടിന്റെ ടൂളിന്റെ സർഫസിലേക്ക് കാർബൺ പെനിട്രേറ്റ് ചെയ്യുകയും ചെയ്യും, സർഫസിലേക്ക് കാർബൺ തുളച്ചിറങ്ങുകയും ചെയ്യും. അങ്ങനെ അത് തണുപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ സർഫസിന് മാത്രമായിട്ട് കാർബൺ കണ്ടന്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ സർഫസിന് മാത്രമായിട്ട് ഹാർഡ്നെസ് കൂടിയിട്ടുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ സർഫസ് ഹാർഡനിങ് നടത്തുന്ന പ്രോസസ്സിനെയാണ് കാർബറൈസിങ് എന്ന് പറയുന്നത്. അതായത് കാർബൺ നേരിട്ട് കൊടുക്കുക, സർഫസിലേക്ക് കാർബൺ നേരിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഒരു കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് ചൂടാക്കി കഴിയുമ്പം, നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സർഫസിലേക്ക് കാർബൺ ഡെപ്പോസിറ്റ് ആവുകയും പിന്നീട് തണുപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ സർഫസിലെ കാർബണിന്റെ അളവ് മാത്രം കൂടുതലായിരിക്കുന്നത് കൊണ്ട് സർഫസിന്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യും. അതിനാണ് കാർബറൈസിങ് എന്ന് പറയുന്നത്. സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീലിലെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഈ കാർബറൈസിങ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സോളിഡ് ഓർ പാക്ക് കാർബറൈസിങ് എന്ന് പറയുന്നത്. പാക്ക് കാർബറൈസിങ് ഇവിടെയും ചെയ്യുന്ന പ്രോസസ്സ് സർഫസിലേക്ക് കാർബണിനെ ഡെപ്പോസിറ്റ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇവിടെ കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ബോക്സിനകത്ത്, ഒരു സ്റ്റീലിന്റെ ഒരു ബോക്സിനകത്ത് കാർബൺ ധാരാളമുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള ചാർക്കോൾ, കൽക്കരി അല്ലെങ്കിൽ ബോൺ പൗഡർ, എല്ലുപൊടി അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ്, ഇതൊക്കെ ഈ ബോക്സിനകത്ത് നിറച്ചതിന് ശേഷം ആ ബോക്സിലാണ് സർഫസ് ഹാർഡൻ ചെയ്യേണ്ട ടൂള് അല്ലെങ്കിൽ മെറ്റൽ പാർട്ട് വെക്കുന്നത്. അപ്പോൾ ആ മെറ്റൽ പാർട്ടിന്റെ ചുറ്റിലും ഈ കാർബൺ ധാരാളമുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അതിനുശേഷം ഈ ബോക്സിനെ ടൈറ്റ് ആയിട്ട് ഈ ഹീറ്റ് ലീക്ക് ചെയ്യാത്ത തരത്തിൽ ക്ലോസ് ചെയ്തതിന് ശേഷം,
ഹീറ്റ് ലീക്ക് ചെയ്യാത്ത തരത്തിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ബോക്സിനെ ഒരുമിച്ച് ഹീറ്റ് ചെയ്യുകയും ബോക്സിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ചാർക്കോളും ബോൺ പൗഡറും സോഡിയം കാർബണേറ്റും ഒക്കെ അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കുകയും അത് കാർബണിനെ വേർപെടുത്തുകയും ആ വേർപെടുത്തി വരുന്ന കാർബൺ ടൂളിന്റെ അല്ലെങ്കിൽ മെറ്റൽ പീസിന്റെ ഹാർഡനിങ് നടത്തേണ്ട സർഫസ് ഹാർഡനിങ് നടത്തേണ്ട മെറ്റൽ പീസിന്റെ സർഫസിലേക്ക് പെനിട്രേറ്റ് ചെയ്യുകയും പിന്നീട് തണുപ്പിച്ചെടുക്കുമ്പം ആ സർഫസിൽ കാർബണിന്റെ അളവ് കൂടുതലായിരിക്കുകയും ചെയ്യും. ഇതിനാണ് പാക്ക് കാർബറൈസിങ് എന്ന് പറയുന്നത്. അപ്പം ബോക്സിനകത്ത് ഒരു കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു. അതായത് കാർബൺ ധാരാളമുള്ള ചാർക്കോള്, ബോൺ പൗഡർ, സോഡിയം കാർബണേറ്റ് എന്നിവയോട് കൂടി സർഫസ് ഹാർഡനിങ് നടത്തേണ്ട മെറ്റൽ അല്ലെങ്കിൽ ടൂള് ഒരു ബോക്സിനകത്തേക്ക് വെക്കുകയും ബോക്സിനെ ടെമ്പറേച്ചർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് ബോക്സിനെ ഒരുമിച്ച് ഹീറ്റ് ചെയ്ത് ചാർക്കോള്, ബോൺ പൗഡർ തുടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും മെറ്റീരിയലിൽ നിന്നും വേർപ്പെടുന്ന കാർബണിനെ മെറ്റലിന്റെ അല്ലെങ്കിൽ ടൂളിന്റെ സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യിച്ച് സർഫസിൽ കാർബണിന്റെ അളവ് ഇൻക്രീസ് ചെയ്യിച്ച് തണുപ്പിച്ചു കഴിയുമ്പോൾ സർഫസിൽ ഹാർഡ്നെസ് കൂടുതലായിരിക്കുന്ന ഒരു മെത്തേഡാണ് പാക്ക് കാർബറൈസിങ് എന്ന് പറയുന്നത്. മറ്റൊരു സർഫസ് ഹാർഡൻ മെത്തേഡാണ് ലിക്വിഡ് കാർബറൈസിങ് മെത്തേഡ്, അതുപോലെ തന്നെ ഗ്യാസ് കാർബറൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ലിക്വിഡ് കാർബറൈസിങ് ആൻഡ് ഗ്യാസ് കാർബറൈസിങ്. ഈ ലിക്വിഡ് കാർബറൈസിങ്ങിൽ ചെയ്യുന്നത് ഈ സർഫസ് ഹാർഡനിങ് നടത്തേണ്ട മെറ്റലിനെ കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനകത്തേക്ക്, ഒരു ലിക്വിഡിനകത്തേക്ക്, ഉദാഹരണത്തിന് കാൽസ്യം സയനൈഡ്, അതുപോലെ തന്നെ പോളിമറൈസ്ഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതുപോലെയുള്ള സൊല്യൂഷനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് 900 ഡിഗ്രി സെൽഷ്യസ്, അതായത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അത്രയും ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ട്. 900 ഡിഗ്രി സെൽഷ്യസിൽ 3 മണിക്കൂർ നേരം ഹീറ്റ് ചെയ്യുകയും ഈ കാൽസ്യം സയനൈഡിൽ നിന്നുമൊക്കെയുള്ള കാർബൺ മെറ്റലിന്റെ മുകളിൽ, സ്റ്റീലിന്റെ മുകളിൽ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും തണുപ്പിച്ചു കഴിയുമ്പോൾ സർഫസിലെ കാർബണിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയും സർഫസിന് ഹാർഡ്നെസ് ലഭിക്കുകയും ചെയ്യും. ഇവിടെ ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡിനകത്തേക്ക്, അതായത് കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിക്വിഡിനകത്തേക്ക് മെറ്റലിനെ ഡിപ്പ് ചെയ്തിട്ട് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ 3 മണിക്കൂർ വരെ ഹീറ്റ് ചെയ്തതിന് ശേഷം സർഫസിൽ കാർബൺ ഡെപ്പോസിറ്റ് നടത്തി സർഫസ് ഹാർഡനിങ് നടത്തുന്ന ഒരു മെത്തേഡാണ് ലിക്വിഡ് കാർബറൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗ്യാസ് കാർബറൈസിങ് എന്ന് പറയുന്നത്. ഗ്യാസ് കാർബറൈസിങ് എന്ന് പറയുന്നത് ഇവിടെ കാർബൺ മോണോക്സൈഡ്, മീഥൈൻ, ഈഥൈൻ പോലെ കാർബൺ അടങ്ങിയിട്ടുള്ള വാതകങ്ങളെ ഫർണസിനകത്ത് എയർ ടൈറ്റ് ആയിട്ട് കടത്തി വിട്ടതിന് ശേഷം അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ടെമ്പറേച്ചറിൽ മെറ്റലിനെ ഹീറ്റ് ചെയ്യപ്പെടുകയും ഈ കാർബൺ മോണോക്സൈഡ്, മീഥൈൻ, ഈഥൈൻ തുടങ്ങിയ വസ്തുക്കളിൽ നിന്നും കാർബൺ വേർപെട്ട് മെറ്റലിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും സർഫസിൽ കാർബണിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയും സർഫസ് ഹാർഡ്നെസ് ലഭിക്കുകയും ചെയ്യും. ഇതിനെ ഗ്യാസ് കാർബറൈസിങ് എന്ന് പറയും. ഈ തരത്തിലുള്ള വാതകങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ട്, വാതകങ്ങൾ സറൗണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്റ്റീലിനെ ഹീറ്റ് ചെയ്യിച്ച് ആ വാതകങ്ങളിൽ നിന്നുമുള്ള കാർബണിനെ സർഫസിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യിക്കുന്നു. അപ്പൊ ഇങ്ങനെ കാർബണുകൾ, വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കാർബണിനെ മെറ്റൽ സർഫസിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യിച്ച് സർഫസിന്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യിക്കാം. ഇതിനൊക്കെ നമുക്ക് കാർബറൈസിങ് എന്ന് പറയാം. കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യിച്ച് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ്, ഇതിനെ കാർബറൈസിങ് എന്ന് പറയാനായിട്ട് സാധിക്കും. മറ്റൊരു സർഫസ് ഹാർഡനിങ് പ്രോസസ്സാണ് നൈട്രൈഡിങ് എന്ന് പറയുന്നത്. ഈ നൈട്രൈഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ കാർബറൈസിങ്ങിൽ കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ നൈട്രൈഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നൈട്രജനെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് 2 തരത്തിലാണ് നൈട്രൈഡിങ് ഉള്ളത്. ഗ്യാസ് നൈട്രൈഡിങ് ആൻഡ് സാൾട്ട് ബാത്ത് നൈട്രൈഡിങ് എന്ന് പറയുന്നത്.
ഗ്യാസ് നൈട്രേറ്റിംഗിൽ ചെയ്യുന്നത് അമോണിയ ഗ്യാസ് ഫർണസിനകത്ത് അല്ലെങ്കിൽ ഒരു ചേംബറിനകത്ത് അമോണിയ ഗ്യാസ് NH3 എന്ന് പറയുന്ന അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്ത് മെറ്റലിനെ വെച്ചിട്ട് ഏകദേശം 100 മണിക്കൂർ വരെ, അതായത് ഏകദേശം 4 ദിവസം വരെ 500 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ്, 500 ഡിഗ്രി സെൽഷ്യസിൽ തുടർച്ചയായിട്ട് 100 മണിക്കൂർ വരെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം അമോണിയയിലുള്ള നൈട്രജൻ മെറ്റലിന്റെ സർഫസിന് മുകളിൽ, സ്റ്റീലിന്റെ സർഫസിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് സർഫസിന്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ഗ്യാസ് നൈട്രേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിൽ നമുക്ക് നൈട്രജനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടും സർഫസിന്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെയാണ് നൈട്രൈഡിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു സർഫസ് ഹാർഡനിങ് പ്രോസസ്സാണ് ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയുന്നത്. ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയുന്നത്, അപ്പൊ ഇതുവരെ പറഞ്ഞിരുന്ന സർഫസ് ഹാർഡനിങ് പ്രോസസ്സിൽ ഹീറ്റിനെയാണ് സർഫസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹീറ്റിനെ റേഡിയേഷൻ വഴിയാണ് സർഫസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഫ്ലെയിം ഹാർഡനിങ്ങിൽ ഫ്ലെയിമിനെ നേരിട്ട് സർഫസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സർഫസ് ഹാർഡനിങ് നടത്തേണ്ട മെറ്റലിന്റെ അല്ലെങ്കിൽ സർഫസിന് മുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ആ സർഫസിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നോ ആ തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബർണർ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ഹീറ്റ് ചെയ്യുകയും, ഉയർന്ന ടെമ്പറേച്ചറിൽ നേരിട്ട് ഹീറ്റ് ചെയ്യുകയും, ആ ഹീറ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വാട്ടർ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് തണുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യുന്നത് കൊണ്ടും വളരെ പെട്ടെന്ന് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടും, അതായത് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നത് കൊണ്ടും സർഫസ് മാത്രമേ ഹീറ്റ് ആവുകയുള്ളൂ. വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നത് കൊണ്ട് ഹീറ്റിന് കോറിലേക്ക് എത്തുന്നതിനുള്ള, ഇന്നർ ഭാഗത്തേക്ക് എത്തുന്നതിനുള്ള ടൈം ഇവിടെ ലഭിക്കില്ല. വളരെ പെട്ടെന്ന് ചൂടാക്കി ഉയർന്ന ടെമ്പറേച്ചറിൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ ഉള്ള ടെമ്പറേച്ചറിൽ വളരെ പെട്ടെന്ന് ഹീറ്റാക്കി വളരെ പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ സർഫസ് മാത്രം ഹാർഡൻ ചെയ്ത് ലഭിക്കുകയും ചെയ്യും. ഇതിനാണ് ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയുന്നത്. ഒരു ഓക്സി അസറ്റിലിംഗ് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് സർഫസ് ഹീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്ത ഉടനെ തന്നെ അത് തണുപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ പെട്ടെന്ന് തണുപ്പിക്കുമ്പം സർഫസിന്റെ ഹാർഡ്നെസ് കൂടും, കാർബൺ ഡെപ്പോസിറ്റ് കൂടുകയും ഹാർഡ്നെസ് കൂടുകയും ചെയ്യും. ഇതിനെ ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയാം. മറ്റൊന്നാണ് ഇൻഡക്ഷൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഇൻഡക്ഷൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹീറ്റിംഗ് പ്രോസസ്സാണ് ഇവിടെ നടത്തുന്നത്. ഈ സർഫസ് ഹാർഡനിങ് പ്രോസസ്സിൽ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാർഡനിങ് പ്രോസസ്സാണ് നടത്തേണ്ടത്. ഒരു വർക്ക് പീസ്, ഒരു സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള ഒരു വർക്ക് പീസ്, അതിന്റെ സർഫസ് ആണ് ഹാർഡനിങ് നടത്തേണ്ടിയിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു കണ്ടക്ടർ, കോപ്പർ പോലെയുള്ള ഒരു കണ്ടക്ടർ ഈ വർക്ക് പീസിന്റെ സർഫസിന് മുകളിൽ വൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ധാരാളം കോയിലുകളാക്കി വൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു വൈൻഡിങ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ വൈൻഡിങ്ങിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിയുമ്പോൾ ഈ വൈൻഡിങ് ഹീറ്റ് ആവുകയും ആ ഹീറ്റ് വർക്ക് പീസിന്റെ സർഫസിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ സർഫസ് മാത്രമായിട്ട് ഹീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് കൂൾ ചെയ്തെടുക്കുമ്പം സർഫസിന് മാത്രം ഹാർഡ്നെസ് ഉണ്ടാവുകയും ചെയ്യും. ഇതിനെ ഇൻഡക്ഷൻ ഹാർഡനിങ് എന്നാണ് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോയിലിനെ ഹീറ്റ് ചെയ്ത് ആ കോയിലിന്റെ ഹീറ്റ് സർഫസിലേക്ക് നൽകിക്കൊണ്ട് സർഫസിന്റെ ഹാർഡ്നെസ് കൂട്ടുന്ന ഒരു പ്രോസസ്സ്. ഇതിനെ ഇൻഡക്ഷൻ ഹാർഡനിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സർഫസ് ഹാർഡനിങ് പ്രോസസ്സുകൾ. ഇതൊക്കെ ഏതൊക്കെ ഷേപ്പിലാണ് മെറ്റീരിയൽസ് വരുന്നത് എന്നതിനനുസരിച്ച് ഈ ഇൻഡക്ഷൻ ഹാർഡനിങ് നടത്തുന്ന മെത്തേഡുകൾക്ക് വ്യത്യാസം വരാം. ഇൻഡക്ഷൻ ഹാർഡനിങ് നടത്തുന്ന മെത്തേഡിനും അതുപോലെ തന്നെ ഫ്ലെയിം ഹാർഡനിങ് നടത്തുന്ന മെത്തേഡുകൾക്കൊക്കെ വ്യത്യാസം വരികയും ചെയ്യാവുന്നതാണ്. അപ്പോൾ സർഫസിന്റെ ഷേപ്പ് എങ്ങനെയാണോ ആ രീതിയിൽ ആ സർഫസിനെ
ഹീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കൂൾ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ സർഫസ് മാത്രമായിട്ട് സർഫസിലെ മാത്രം കാർബണിന്റെ അല്ലെങ്കിൽ നൈട്രജന്റെ ഡെപ്പോസിറ്റ് ഉണ്ടാകുകയും സർഫസ് മാത്രം ഹാർഡനെസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സർഫസ് ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ സർഫസ് മാത്രമായിട്ടാണ് സർഫസ് മാത്രമായിട്ടാണ് ഹീറ്റ് ചെയ്ത് അതിന്റെ ഹാർഡനിങ് നടത്തുന്നത്. സർഫസിന്റെ മാത്രം ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ മെറ്റൽ പാർട്ടിന്റെ ഒന്നും കോറിലേക്ക് ഇന്നർ ഭാഗത്തേക്ക് ഒരിക്കലും ഹീറ്റ് ഇത്രയും അളവിൽ സർഫസ് ഹീറ്റ് ചെയ്യുന്ന അതേ അളവിൽ ഹീറ്റ് എത്തില്ല. അപ്പൊ ഇന്നർ സ്ട്രക്ചറിന് വ്യത്യാസമൊന്നുമില്ല. അവിടെ ടഫ്നെസ് ഉണ്ടാവും, ഷോക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹാർഡ്നെസ് കൂടിയിട്ടുള്ള ഒരു ഔട്ടർ ലെയർ അല്ലെങ്കിൽ ഔട്ടർ സർഫസ് ലഭിക്കുകയും ചെയ്യും. ഈ ഔട്ടർ സർഫസ് വിയർ റെസിസ്റ്റൻസ് തേയ്മാനത്തിനെ തടയുകയും ചെയ്യും. ഇന്നർ സർഫസ് ഷോക്കിനെ അബ്സോർബ് ചെയ്യുകയും ഷോക്കിനെ തടയുകയും ഷോക്ക് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തടയുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിൽ സർഫസ് ഹാർഡനിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ടൂളുകളോ അല്ലെങ്കിൽ പ്ലേറ്റുകളോ ഇൻസ്ട്രുമെന്റുകളൊക്കെ ഹാർഡനിങ് നടത്തി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയുമാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ.